പുലിപ്പല്ല് മാലയാക്കിയതിൽ റാപ്പർ വേടൻ നേരത്തെ തന്നെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് വനംവകുപ്പ് പറയുന്നു. വേടനെതിരെ വനംവകുപ്പിന്റെ കൺട്രോൾ റൂമിൽ പരാതിയും കിട്ടിയിരുന്നു. വേടന്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ സഹിതമാണ് പുലിപ്പല്ല് മലയിൽ പരാതി കിട്ടിയത്. വേടൻ കഞ്ചാവ് കേസിൽ പോലീസ് പിടിയിലായതോടെ വനം ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തുകയായിരുന്നു. ബിനിൽ ചേർന്നിട്ട് ബിനിൽ വിവരങ്ങൾ. രതീഷ്, നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നതും ഇന്നലെ കിട്ടിയ വിവരവും ഈ പോലീസിന്റെ പരിശോധനയ്ക്കിടയിൽ ഈ പുലിപ്പല്ല് കണ്ടെത്തുകയും അവർ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. പക്ഷേ സംഭവിച്ചത് മറ്റൊരു തരത്തിലാണ്. അതായത് ഈ വേടൻ നേരത്തെ തന്നെ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. വേടനെതിരെ പരാതി കൺട്രോൾ റൂമിൽ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ നീക്കങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു. പക്ഷേ ഇയാളുടെ കയ്യിലുള്ളത് ഈ പുലിപ്പല്ല് തന്നെയാണെന്നത് ആ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയോ മറ്റൊരു നടപടിയിലേക്കോ അവർക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഈ കഞ്ചാവ് കേസിൽ വേടൻ കുടുങ്ങിയെന്ന് അറിഞ്ഞതോടുകൂടി നേരെ എറണാകുളത്ത് നിന്നുള്ള വനംവകുപ്പിന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് ഈ ഫ്ളാറ്റിലെത്തി പരിശോധിക്കുകയായിരുന്നു. അവർ അത് പുലിപ്പല്ല് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെ മലയാറ്റൂർ ഡിവൈഎഫ്ഒയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് വന്നിരിക്കുന്നത്. നേരത്തെ രതീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ പലർക്കും ഈ വന നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ല എന്നതൊരു പ്രശ്നമാണ്. ഈ വേടൻ മാത്രമല്ല, ഈ പല പ്രമുഖരായ ആളുകളും ഇത്തരത്തിൽ വനവിഭവങ്ങളും ഈ വന്യജീവികളുടെ ഈ പുലി നഖങ്ങൾ, പല്ല്, ഇത്തരം സാധനങ്ങൾ കൈവശം വയ്ക്കുന്നുണ്ട് എന്ന രീതിയിൽ പല പരാതികളും ഇപ്പോൾ തന്നെ വനംവകുപ്പിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്, ജാമ്യമില്ലാ കുറ്റമാണ്. തെളിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 3 വർഷം അകത്ത് കിടക്കേണ്ടി വരുന്ന ഒരു കുറ്റമാണ് എന്നത് പലർക്കും ഇവിടെ അറിവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.